കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട്ടിലാണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പാലക്കാട്ടിലെ പാലക്കയത്തിനടുത്താണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യാൻ പോകുന്ന ബംഗ്ലാവ്. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിൻ്റെ പേരെന്ന് പറയുന്നത് പട്ടിയാർ ബംഗ്ലാവ് എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. പൊതുവെ പബ്ലിക്കിന് അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ അവിടെ നമുക്ക് ബുക്കിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ പുറകെ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലക്കയം പാലം. അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെറിയൊരു ടൗണാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡിന് വേണ്ട സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കാടിനകത്തേക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം കാടിനകത്തോട് തന്നെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടിയിട്ടൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ആവശ്യത്തിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അവിടെ ഒരു കുക്കുണ്ട്. അപ്പോൾ ആ ആൾ നമുക്കിതെല്ലാം പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ പാലക്കയത്തു നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് ഫുൾ കാടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കടകളോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആകെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ആനിമൽസിനെയും ബേർഡ്സിനെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് 2 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി ലാൻഡ്സ്കേപ്പ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് കൃത്യം ഒരു കാറ് പോകാനായിട്ടുള്ള ഒരു റോഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഈ ഒരു വീതി ആയിരിക്കില്ല കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ. ഇനി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഒരു ഇടുങ്ങിയ വഴി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പോകുന്ന വഴിക്ക് പലയിടത്തും ഇതുപോലെ മരങ്ങളെല്ലാം വീണ് കിടക്കുന്നതും കാണാൻ പറ്റും. ഈ ഒരു വഴിക്ക് പബ്ലിക് അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടികളും ആൾസഞ്ചാരവും വളരെ കുറഞ്ഞ വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ വഴിയിൽ വളവുകളെല്ലായിടത്ത് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം. കാരണം എന്തെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഫോറസ്റ്റിനൊരു പ്രത്യേകത ഉണ്ട്. നിത്യഹരിത വനമായതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽസിനെ സൈഡിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ടിപ്പ് തരാം. പരമാവധി രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കുക. രാവിലെ മീൻസ് ലൈറ്റ് ഉള്ളപ്പോൾ തന്നെ പട്ടിയാർ ബംഗ്ലാവിൽ റീച്ച് ആവാൻ നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്. ആ ഒരു ഏരിയയിലാണ് ലാസ്റ്റ് നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിനെയോ കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേയിൽ മാത്രമാണ് ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വഴി ചോദിക്കണമെങ്കിൽ പോലും ഒരു ഓപ്ഷനില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് 2 തവണ വഴി തെറ്റി ഞങ്ങൾ കാടിനകത്തൂടെ കുറച്ച് കറങ്ങിയിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു ബംഗ്ലാവിലേക്ക് എത്തിയത്. അപ്പോൾ പരമാവധി ആ ഒരു റിസ്ക് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഈ ഒരു ബംഗ്ലാവിലേക്ക് നിങ്ങൾ ഗൂഗിൾ മാപ്പാണ് ഇട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കയറുന്നതിന് മുമ്പ് തന്നെ മാപ്പ് ലോഡ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് ഒട്ടും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് ശരിക്കും വഴി തെറ്റിപ്പോയത് ഏകദേശം രാത്രി ആയതിനു ശേഷമാണ് കേട്ടോ. ഈ ഒരു വഴി കണ്ടില്ലേ, ഈ ഒരു കണ്ടീഷനേ അല്ല നമ്മൾ രാത്രിയിൽ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ. ശരിക്കും ഒരു ഒറ്റ വണ്ടി പോകാനുള്ള ഗ്യാപ്പ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേടി തോന്നുന്നൊരു വഴിയാണിത്. പോകുന്ന വഴിക്ക് ഒരു ഒറ്റയാനോ ഒരു ആനക്കൂട്ടമോ എല്ലാം മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി തിരിക്കാൻ പോലും ഗ്യാപ്പില്ലാത്തൊരു റോഡാണിത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ പോലും നമുക്ക് പറ്റും. ഒട്ടുമിക്ക ഫോറസ്റ്റ് റോഡുകളിലെയും പോലെ തന്നെ ഇവിടുത്തെ റോഡും അത്ര അടിപൊളി ഒരു കണ്ടീഷനിലൊന്നും അല്ല കേട്ടോ. ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ടാറുണ്ടെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഗട്ടറായിട്ടുള്ള വഴിയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി കയറി പോകുന്നൊരു കണ്ടീഷൻ കണ്ടില്ലേ, വണ്ടിയുടെ 2 സൈഡും പുല്ലിലെല്ലാം നല്ല രീതിയിൽ ഒരഞ്ഞാണ് നമ്മൾ മുന്നോട്ട് കയറി പോകുന്നത്. പക്ഷേ ഇതിനേക്കാളും തിക്കാവും നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ. നമ്മൾ നൈറ്റിൽ പോകുന്ന ആ ഒരു ടൈമും അതുപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പോകുന്ന ആ ഒരു വിഷ്വലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് ഏറെക്കുറെ മനസ്സിലാവും. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സൺസെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനിയും കുറച്ച് ദൂരം മുന്നോട്ട് പോകാനുള്ളതുകൊണ്ടും കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും നമ്മൾ അധികം നേരം അവിടെ നിൽക്കാതെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് രാവിലെ 2 തവണ ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടായിരുന്നതാണ് താഴെ ഫോറസ്റ്റിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഒരു ഏരിയയിൽ ലെപ്പേർഡും അതുപോലെ ബ്ലാക്ക് പാന്തറുമാണ് കൂടുതലായിട്ട് സൈറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശിങ്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെയും നമ്മുടെ എൻട്രി എല്ലാം കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റും കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. മനുഷ്യ സാന്നിധ്യവും അതുപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണവും വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബേർഡ്സിനെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും.
മലമുഴക്കി വേഴാമ്പലിൻ്റെ സാന്നിധ്യം വളരെയേറെയുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഇത്. ഇതാ ഈ കാണുന്നതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സിർവാണി ഡാം. സിർവാണി നദിക്ക് കുറുകെയാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഡാം നിർമ്മിച്ചത് കേരളമാണെങ്കിലും ഇതിനു വേണ്ട ഫണ്ടെല്ലാം മുടക്കിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ്. പാലക്കാടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള കോയമ്പത്തൂരിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡാമിലെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഈ ഒരു ഡാമിലുള്ളത്. നമ്മൾ ഡാമിൻ്റെ ഒരു ഏരിയ ക്രോസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഈ ഒരു വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഡീവിയേഷൻ കാണിക്കാറുണ്ട്. മിക്കതും പോയി നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റി പോകാനായിട്ടുള്ള ചാൻസും വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അടിപൊളി ഇന്ത്യൻ വൈൽഡ് ഗൗറിനെ കണ്ടു. വണ്ടികൾ ഇവിടുത്തെ മൃഗങ്ങൾക്ക് അത്ര പരിചയമുള്ളതൊന്നല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലൈറ്റ് കണ്ടപ്പോഴേ ആളോടി കാട്ടിക്കയറി. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റിയിട്ടോ. ഈ കാണുന്ന വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് വണ്ടികൾ പോകുന്ന വഴിയൊന്നുമല്ല. കാരണം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വഴിയിലേക്ക് പുല്ലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോയാൽ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ തിരിച്ചു. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഡീവിയേഷൻ കണ്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു. ആ ഒരു വഴി കയറിയപ്പോൾ തന്നെ ഒരുപാട് ആനപ്പിണ്ടമെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതല്ലായിരിക്കും വഴി എന്നുള്ളത് മനസ്സിലായി. കാരണം വഴിയുടെ നടുക്ക് തന്നെ ഇതുപോലെ വള്ളിപ്പടർപ്പുകളും മരവും എല്ലാം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് വണ്ടി ഈ ഒരു ഏരിയയിൽ വെച്ച് തിരിച്ചിട്ട് അടുത്ത ഡീവിയേഷൻ നോക്കിപ്പോയി. അപ്പോൾ ഭാഗ്യമെന്ന് പറയാം, അടുത്ത ഡീവിയേഷൻ ഞങ്ങളെടുത്തത് കറക്റ്റായിരുന്നു. നമ്മൾ നേരെ ചെന്നത് പട്ടിയാർ ബംഗ്ലാവിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള വഴി കേട്ടോ. ഇതും കാണുമ്പോഴേക്കും വളരെ ചെറിയ നാരോ ആയിട്ടുള്ളൊരു വഴിയാണ്, എങ്കിലും ഇത് തന്നെയാണ് വഴി. ഈ പട്ടിയാർ ബംഗ്ലാവിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളെന്നൊക്കെ പറയുന്നതിൽ അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ. കാരണം ഈ ഒരു ബംഗ്ലാവ് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ആംബിയൻസ് ഉള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഈ കാണുന്ന റൂമിലാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു 3 റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം 8 പേരെ വരെയാണ് ഇവിടെ അലോ ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേ തന്നെയാണ് ഇത്. പിന്നെ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും ഡൈനിങ് ഏരിയയും ബാത്റൂമും അതുപോലെ തന്നെ വരാന്തയും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അതാ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമ്മുടെ രജിച്ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ കുക്ക് കേട്ടോ. നമുക്ക് വേണ്ട ഫുഡിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇന്നെന്തായാലും കിടന്നുറങ്ങി അതിരാവിലെ നെക്സ്റ്റ് ഡേയിൽ ഒരു കട്ടൻ ചായയോട് കൂടി നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പട്ടിയാർ ബംഗ്ലാവിൽ വരുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ വരാന്തയിലിരുന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഒരു കട്ടൻ. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു അടിപൊളി മലയുണ്ട്. നല്ല ഹൈറ്റിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. ആ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ബംഗ്ലാവാണിത്. ഈ ഒരു ബംഗ്ലാവിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 175 വർഷമാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഷിർവാണി ഡാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഡാം കാണിച്ചപ്പോൾ പറയാൻ വിട്ടുപോയി. ഇതുവരെ ഇനോഗ്രേഷൻ ചെയ്യാത്ത ഒരു ഡാമാണ് ഈ ഷിർവാണി ഡാം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ ഒരു ഡാം 3 തവണയാണ് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. MGRും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമായിരുന്നു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ. പക്ഷേ ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വരുന്ന ടൈമിൽ ഈ 3 പേരും പല ടൈമിലായിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഡാം ഇതുവരെ ഇനോഗ്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ.
ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഈ ഒരു ചെക്ക് പോസ്റ്റിന് ഫ്രണ്ടിലായിട്ട് ഒരുപാട് മൈലുകളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തും. നമ്മളിപ്പോൾ കാണുന്നത് ഒരു പ്രത്യേക ഇനം പ്രാവാണ് കേട്ടോ, കാട്ടുപ്രാവാണ്. ഒരു പച്ച കളറിലാണ് ഈ ഒരു പ്രാവിൻ്റെ കളറ്. ഈ ഒരു മരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയെ തത്തയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. തത്തയും അതുപോലെ തന്നെ വേറൊരു പച്ച കളറിലെ ബേർഡും അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് ഒരു കൂട്ടം ആനയാണ് കേട്ടോ. കാടിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു രൂപമൊന്നും പകർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ നേച്ചർ വാക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആനകൾക്ക് ഏകദേശം 100 മീറ്റർ വരെ കാണാൻ പറ്റുമെങ്കിലും 45 മീറ്റർ മാത്രമാണ് ക്ലിയർ വിഷൻ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ദൂരത്ത് നിന്ന് തന്നെ ആളുകളുടെയും അതുപോലെ മറ്റു മൃഗങ്ങളുടെയും എല്ലാം സ്മെല്ല് പിടിക്കാനായിട്ടുള്ള കഴിവ് ആനകൾക്കുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ടായിരിക്കണം നമ്മുടെ സ്മെല്ലൊന്നും പിടിച്ചിട്ടില്ല. ആൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് പോലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും കുറച്ച് നേരം നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും ആനകൾക്ക് നമ്മുടെ പ്രസൻസ് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ആനക്കൂട്ടത്തെയൊക്കെ ഫ്രണ്ടിൽ കിട്ടുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരാ, എപ്പോഴും ചുറ്റിനും ഒരു കണ്ണുകൂടി വേണം. കാരണം ആനക്കൂട്ടത്തിൽ കുട്ടിയാന ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊമ്പൻ മീറ്റിങ്ങിൻ്റെ ടൈമിൽ ഇവരോടൊപ്പം ഉണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലാണ്. ഈ ആനകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ആനകൾ ശരിക്കും സോഷ്യലായിട്ട് ജീവിക്കുന്ന മൃഗങ്ങളാണെങ്കിൽ പോലും ഇവർ അവരുടെ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കാറുണ്ട്. അതായത് ആനക്കൂട്ടത്തിൽ നമ്മൾ സാധാരണ കാണാറുള്ള കുട്ടിക്കൊമ്പന്മാർ ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും ഈ കുട്ടിക്കൊമ്പന്മാരെല്ലാം തന്നെ മദപ്പാടിൻ്റെ അവസ്ഥയിലേക്ക് വരാറുണ്ട്. ആ ഒരു ടൈമിൽ ഈ മദപ്പാട്ടിൽ നിൽക്കുന്ന കുട്ടിക്കൊമ്പൻ തന്നെ, ആ ടൈമിൽ കുട്ടിക്കൊമ്പനല്ല, ആ ടൈമിൽ കൊമ്പനാണ്. ആ ഒരു ടൈമിൽ ഈ കൂട്ടത്തിലുള്ള പിടിയാനകളുമായിട്ട് മെയ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഈ ആണാനകൾ നടത്താറുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും കൂട്ടത്തിലുള്ള പിടിയാനകളെല്ലാം തന്നെ കുട്ടിക്കൊമ്പനെയോ അല്ലെങ്കിൽ ഈ കൊമ്പനെയോ ഒറ്റപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കൊമ്പന്മാർ ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ കണ്ട കുറച്ച് മയിലുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന 2 മൈൽ സൈഡിലേക്ക് ഇറങ്ങിപ്പോയി, ബാക്കി 2 മൈലുകളും മുന്നോട്ട് ഓടുമായിരുന്നു. ഈ ഒരാൾക്ക് മാത്രം എങ്ങോട്ടേക്ക് പോകണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ദൂരം മുന്നോട്ട് ഓടി അതിനുശേഷമാണ് കാട്ടിലേക്ക് കയറിപ്പോയത്. ബംഗ്ലാവിനകത്തേക്ക് ആനയും മറ്റു മൃഗങ്ങളൊന്നും കയറാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു ഗ്രില്ല് ഇത്രയും ഗ്യാപ്പിൽ കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും ഒരു ട്രെഞ്ചും ഉണ്ട്. ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പരിചയപ്പെടാട്ടാ. നിയാസിക പറഞ്ഞു. ആദ്യമായിട്ട് വരുന്നതാണ് പട്ടിയാറ്. നല്ല സംഭവമാണ്. സെക്കൻഡ് ടൈം വളരെ ഹാപ്പിയാണ്. പേര് പറ. ശങ്കർ എന്നാണ് പേര്. KTDC ജോലി ചെയ്യുന്നു. സുഖമായിരുന്നു പരിപാടികളെല്ലാം. എൻ്റെ പേര് സബിൻ. ഞാൻ 2ാം തവണയാണ് ശങ്കരോട് നേരത്തെ വന്നിട്ടുണ്ട്. അടിപൊളിയായ സംഭവം. ഇവരൊക്കെ ഡോട്ട് ഗീൻ്റെ കൂടെ വന്നപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒട്ടും പരിചയം പോട്ടെ. ഒന്നും പറയാനല്ല, കിടിലൻ അടിപൊളി. ഇനി നമ്മൾ വരും. കിടിലൻ സ്ഥലമായിരുന്നു കേട്ടോ. നമ്മുടെ മിസ്റ്റി വാലി അല്ലെങ്കിൽ ലേക്ക് പാലസ് ഒക്കെ പോലത്തെ ഒരു പൊളി സ്ഥലം. ആളെ മനസ്സിലായല്ലോ അല്ലേ, നമ്മുടെ ഡോട്ട് ഗീൻ ചാനലിലെ ബിബിൻ ചേട്ടൻ. ഈ ആളെ എവിടെയെങ്കിലും കണ്ടുപരിച്ചുണ്ടോ? നമ്മളെ കണ്ടുവരാൻ കഴിയില്ല. സീത ട്രാവൽ ഉണ്ണി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള അമ്പലപ്പാറ അതിനേക്കാളും ഹെവി കാടും അടിപൊളിയാണ്. ആനിമൽ സൈറ്റിംഗ് എന്ന് പറയാൻ ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഇതുപോലത്തെ ഒരു സ്ഥലം എന്നാ പറയണ്ടേ, ഞാൻ പോയിട്ട് പോയില്ല. അടിപൊളി സ്ഥലം. ആനിമൽ സെറ്റിംഗ് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോയിൽ കിട്ടി നല്ല ആനനെ കിട്ടി. ആനനെ ഇവിടെ അമ്പലൊക്കെ ഇഷ്ടം പോലെ കിട്ടി. അടിപൊളിയാണ്. കാട്ടുപോത്ത് നൈറ്റ് പോയിട്ട് കാട്ടുപോത്തിനെ കിട്ടി. അടിപ്പനായിരുന്നു, ഒന്നും പറയാം, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഈ വണ്ടിക്കാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ബിബിൻ ബ്രോയുടെയും ഉണ്ണി ബ്രോയുടെയും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലിലൂടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.